ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്ലൗസ് സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. 40 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള ഒരു കസ്റ്റമറുടെ വർക്കാണിത്. 40 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഒരെണ്ണം വരക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഒരെണ്ണം വരക്കാം. ഒരു 4 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടി ഇട്ട് തയ്യൽ തുമ്പ് വരച്ചിടാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ബാക്കിൻ്റെ ഇറക്കം വന്നിട്ട് 14.4 ഇഞ്ചാണ് കേട്ടോ. 14.4 ഇഞ്ചാണ്. അത് ഇവിടെയും അടയാളപ്പെടുത്താം. അത് നേരെ വരച്ചു കൊടുക്കാം. ഇവിടെ വരച്ചു കൊടുക്കാം. തയ്യൽ തുമ്പും വരച്ചു കൊടുക്കാം. 4 ഇഞ്ച് ഒരു പോയിൻറ്റും തയ്യൽ തുമ്പ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂടുതൽ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ 4 ഇഞ്ച് ഒരു പോയിൻറ്റും ഇടാറുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ആം ഹോള് വന്ന് 17.5 ഇഞ്ചാണ്. ഷോൾഡർ വന്ന് 13.5 ഇഞ്ചാണ്. അപ്പോൾ 6.25 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്താം. താഴോട്ടും 6.25 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്നും 6.25 ഇഞ്ച് അടയാളപ്പെടുത്താം. 6.25 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. എന്നിട്ട് ഇതൊരു സ്ക്വയർ ബോക്സ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 6.25-ൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്ത് 3.25 ഒരു പോയിൻറ്റും അതിവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വന്നിട്ട് 10 ഇഞ്ചാണ്. ചെസ്റ്റ് സൈസ് 40 ഇഞ്ചിൻ്റെ 4/1 10 വരും. അതിൽ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇടാം കേട്ടോ. എന്നിട്ട് ഇത് ആം ഹോൾ കർവ് വെച്ച് ഇതൊന്ന് വരച്ചു കൊടുക്കാം. ആം ഹോള് വന്നിട്ട് 17.5 ഇഞ്ചാണ് ആം ഹോളുള്ളത്. അപ്പോൾ ഒരു 8.25 17.5 ഇഞ്ചിൻ്റെ പകുതി 8.25 ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 8.25 ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നോക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് 8.25 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് വണ്ണം വന്നിട്ട് 8.5 ഇഞ്ചാണ്. അതായത് 17 ഇഞ്ച് 34 ഇഞ്ച് ബാക്കിലെ റൗണ്ട് വരും കേട്ടോ. അതിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടാം. എന്നിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതൊരു 7.25 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇതിൻ്റെ നെക്ക് വൈഡ് വന്നിട്ട് 2.25 ഇഞ്ചാണ് കേട്ടോ. 2.25 ഇഞ്ചാണ്. ഇതൊരു സ്ക്വയർ ബോക്സ് ആക്കി വരച്ചിടാം. എന്നിട്ട് ഇതിനെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഇത് റൗണ്ടിൽ ഷേപ്പ് ചെയ്യാം കേട്ടോ. റൗണ്ട് ഷേപ്പ് ചെയ്യാം. ഇത് കുറച്ച് റൗണ്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് വരക്കണം കേട്ടോ. എന്നാലും ബാക്ക് കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വരക്കാം. ഒന്ന് പുറത്തേക്ക് എടുക്കണം, എന്നാലാണ് ഇത് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ.
ഇതിൻ്റെ നെക്കും കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് കഴുത്ത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നമുക്ക് വണ്ണം തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഈ തയ്യൽ തുമ്പിൻ്റെ ഇവിടെയും ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇത് ബാക്ക് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം തന്നെ വരക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. അത് കഴിഞ്ഞ് തയ്യൽ തുമ്പിടാം. തയ്യൽ തുമ്പിടാം. സ്ലീവിൻ്റെ ഇറക്കം 11 ഇഞ്ചാണ് കേട്ടോ. സ്ലീവിൻ്റെ ഇറക്കം 11 ഇഞ്ച്. 11 ഇഞ്ച്. 11 ഇഞ്ച്. തയ്യൽ തുമ്പിടാം. 11 ഇഞ്ച് കിട്ടാനായിട്ട് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം കേട്ടോ. താഴോട്ട് അടയാളപ്പെടുത്താം. ഇതൊരു ലൈനിങ് ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്യണത്. ലൈനിങ് തികയാതെ വരികയാണെങ്കിൽ കുറച്ച് ജോയിൻ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നീക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 8.25 ആംപോൾ വന്നിട്ട് 8.25 അല്ലേ. ഒരു 7.25 എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. 7.25 മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. 7.25 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് 8.25 കിട്ടുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ. 8.25 കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വണ്ണം വന്നിട്ട് 11 ഇഞ്ചാണ്. അപ്പോൾ 11ൻ്റെ പകുതി 5.5 ഇഞ്ച് എടുക്കാം. 5.5 ഇഞ്ച്. ഇതും ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്താം. ഇതിൻ്റെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്ലീവും മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി കട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ തിരിച്ചിടാം കേട്ടോ. തിരിച്ചിടാം. ഇതും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്പൺ ആണല്ലോ, ഫ്രണ്ടിൽ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്താനായിട്ട് ഇവിടെ തയ്യൽ തുമ്പും കൊടുക്കണം. അതിനുശേഷം ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വെട്ടാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതിൻ്റെ ആംപോളൊക്കെ അത് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയെടുക്കാം. ഇവിടെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാൻ കയറ്റി എടുക്കാറുണ്ട് കേട്ടോ. കയറ്റിയാണ് എടുക്കാറ്. ഇവിടെ ടക്കിന് പോകുന്നത് കൊണ്ട് അല്പം വണ്ണം കൂട്ടിയെടുക്കണം. നെക്കിൻ്റെ വൈഡ് വന്നിട്ട് 2.25 തന്നെ. ഇറക്കം വന്നിട്ട് 6.5 ഇഞ്ചാണ്. അപ്പോൾ 6.25 ഇഞ്ച് കൊടുക്കാം കേട്ടോ. 6.25 ഇഞ്ച്.
ഇവിടെ നിന്ന് 2.25, 6.25, 2.25. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റാം കേട്ടോ. ഇത് ഫ്രണ്ടിലെ നെക്കും ഇതുപോലെ തന്നെ ആംപൂൾ കർവ് വെച്ച് വരക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഒന്ന് വൈഡാക്കി കൊടുക്കണം. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് വന്നിട്ട് 11 ഇഞ്ചാണ് കേട്ടോ. ടക്ക് പോയിൻ്റ് വന്നിട്ട് 11 ഇഞ്ചാണ്. അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് 3.25 ഇഞ്ച് എടുക്കാം കേട്ടോ താഴോട്ട്. ഇവിടെ നിന്ന് ഒരു 3.25 ഇഞ്ച് എടുക്കാം. 3.25, 11 ഇഞ്ചിലേക്ക് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. 14.25. ഇത് ടക്ക് പോയിന്റിൽ നിന്ന് താഴോട്ടുള്ള ഇറക്കമായിട്ട് ജോയിൻ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഒന്ന് 14.25 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് 14.25 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ടക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ആക്കാം. കട്ടിങ് വേണമല്ലോ. ഇവിടെ ഒരു 1.5 ഇഞ്ച് വീതം ഇവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് ആംപൂൾ കർവ് വെച്ച് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട. ആംപൂൾ കർവ് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിലേക്ക് ഇത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് അവിടെ വരക്കാം. ഇത്ര ഉള്ളു ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതും കഴിഞ്ഞ് ഇതിൻ്റെ കട്ടിങ്ങിന് ഇതിൻ്റെ ഈ ബാലൻസ് ഉള്ള പീസ് എടുത്തിട്ട് ഇതിൽ നിന്ന് കട്ടിങ് എടുക്കണം. കട്ടിങ് ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുക്കാം. 4 ഇഞ്ച് എടുക്കാം. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് നടുക്ക് സെൻറ്ററിലായിട്ട് ഒരു 3.5 ഇഞ്ച് എടുക്കാം. ഇവിടെ ഒരു 4 ഇഞ്ച് എടുക്കാം. അങ്ങനെ ഒരു 11 ഇഞ്ചിൽ ഇതെടുക്കാം കേട്ടോ. അങ്ങനെ കട്ടിങ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിടുന്ന വീഡിയോകളിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ അധികം നാളായിട്ടില്ല യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പോരായ്മകളുള്ളതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളിത് കാണുന്നവർ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.